കോഴിക്കോട് കൂടരഞ്ഞിയിൽ കടുവ കിണറ്റിൽ വീണു. കുറിയാലശ്ശേരി സ്വദേശി കുര്യന്റെ പറമ്പിലെ കിണറ്റിലാണ് കടുവയെ കണ്ടത്. കിണറ്റിലെ പൊത്തിനുള്ളിലാണ് കടുവ ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഇപ്പോൾ നിഖിൽ പ്രമേഷാണ് ചേരുന്നത്. നിഖിൽ, കടുവയെ രക്ഷിക്കാനുള്ള ശ്രമം എവിടെ വരെ എത്തി? എന്തൊക്കെയാണ് വിവരങ്ങൾ നിഖിൽ? കൂടരഞ്ഞി പെരുമ്പൂള മഞ്ഞക്കടവിൽ ഇന്ന് രാവിലെ ഏതാണ്ട് 6:30 കൂടിയാണ് ഈ കിണറ്റിൽ, അതായത് പറമ്പിനോട് ചേർന്ന കിണറ്റിൽ ഒരു കടുവ അകപ്പെട്ടു എന്നുള്ള വിവരം ഇവിടുത്തെ പ്രദേശവാസി കാണുന്നത്. ഉടനെ തന്നെ അദ്ദേഹം നാട്ടുകാരെയും മറ്റ് വനവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഒക്കെ വിവരം അറിയിച്ചു. എന്തായാലും ഇപ്പോൾ വനവകുപ്പ് സംഘമടക്കം സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. DFO അടക്കം അല്പസമയത്തിനകം എത്തിച്ചേരുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇത് ഇന്നലെ വൈകിട്ടോട് കൂടിയെങ്കിലും ഈ കിണറ്റിൽ കടുവ അകപ്പെട്ടിട്ടുണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ പുലിയുടെയൊക്കെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്യമൃഗ ശല്യം ഉണ്ട്. കഴിഞ്ഞ കുറേയധികം നാളുകളായ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ട്. എന്തായാലും ഇതിനെ ഉള്ളിലേക്ക് കയറ്റുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ളൊരു ദൗത്യം. ഈ കിണറിനകത്തെ ഒരു പൊത്തിലാണ് ഇപ്പോൾ ഈ കടുവയുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എത്തിച്ചേർന്ന ചില ആളുകൾക്ക് മാത്രമേ ഇതിനെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടേക്ക് ആളുകളെ ഒന്നും തന്നെ പ്രവേശിപ്പിക്കുന്നില്ല. എന്തായാലും ഇതിനെ പുറത്തേക്ക് എടുക്കണമെങ്കിൽ എന്തായാലും വളരെയധികം സമയം എടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഇവിടുത്തെ ആളുകളൊക്കെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രസിഡന്റും സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് മറ്റു കാര്യങ്ങൾ ചോദിക്കാം. വീട്ടുടമ രാവിലെ വിളിച്ചു പറഞ്ഞതാണ്. അത് അടിസ്ഥാനത്തിൽ കണ്ട ഒരാൾ മാത്രമാണ് ഉള്ളത്. കടുവയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് മാത്രമേ അറിയുള്ളൂ. വന്യമൃഗശല്യം ഉള്ള ഒരു പ്രദേശമാണ്. മുൻപ് ഇവിടെ ഒരു പുലിയെ പിടിച്ചിരുന്നു. ഈ വാർഡിൽ തന്നെ വനാതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. മുൻപും സാന്നിധ്യങ്ങൾ പലരും ഇതിനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. എന്താണ് അടുത്തൊരു നടപടി? എന്താണ് ഇപ്പോൾ RRT ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ട്. RRT സംഘവും വെറ്റിനറി സർജനും ഇപ്പോൾ തന്നെ എത്തും. അതിനുശേഷം അതിനെ കൂട്ടിലാക്കി കൊണ്ടുപോകുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യമാണല്ലേ? കാരണം മുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വെല്ലുവിളിയാണ്. തീർച്ചയായും. അപ്പോൾ എന്തായാലും വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണിത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം ആദ്യം ഈ കടുവയെ മയക്കുവെടി വെക്കണം, എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് മുകളിലേക്ക് കയറ്റാൻ കഴിയും. ഇനി മുകളിലേക്ക് കയറ്റിയാൽ തന്നെ ഇതിനെ ഇവിടെ നിന്ന് സുരക്ഷിതമായി കൊണ്ടുപോകണം. അതും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥരടക്കം ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. വന്യമൃഗശല്യം അതിരൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശമാണ് ഇവിടെ. അവിടെയാണ് ഇത്തരത്തിൽ വീട്ടിലെ കിണറ്റിൽ കടുവ അകപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അബിത് കല്ലായിക്കൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.